നമസ്കാരം. നമ്മുടെ ഇന്ത്യ കണ്ട കരുത്തനായ ഒരു പ്രധാനമന്ത്രി ശ്രീ രാജീവ് ഗാന്ധി മരണപ്പെട്ടിട്ട് ഇപ്പോൾ 35 വർഷം തികഞ്ഞിരിക്കുകയാണ്. 1991 മെയ് മാസം 21-ാം തീയതി ശ്രീ രാജീവ് ഗാന്ധി തമിഴ്നാടിൻ്റെ തെക്കൻ അതിർത്തിയായ ശ്രീപെരുമ്പത്തൂരിൽ വെച്ച് തമിഴ് തീവ്രവാദികളുടെ ആക്രമണത്തിൽ എന്ന വണ്ണം, അതായത് അവർ പ്ലാൻ ചെയ്ത് കൊടുത്തുവിട്ട ഒരു പെൺകുട്ടി കൊടുത്തുവിട്ട അവിടെ ഒരു പൂമാല ശ്രീ രാജീവ് ഗാന്ധിയുടെ കഴുത്തിൽ ചാർത്തുകയും അതോടൊപ്പം ഒരൊറ്റ നിമിഷം കൊണ്ട് പൊട്ടിച്ചിതറി ഛിന്ന ഭിന്നമായി രാജീവ് ഗാന്ധി ഉൾപ്പെടെ പല നേതാക്കളും ആ നിമിഷം മരണപ്പെടുകയും അത് ഈ രാജ്യത്തിന് തന്നെ ഏറ്റവും വലിയൊരു തീരാ ദുഃഖവും തീരാ നഷ്ടവുമായിരിക്കുന്ന ഒരു സംഭവം. അതിൻ്റെ 35 വർഷം തികഞ്ഞിരിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് ഇപ്പോൾ കടന്നിരിക്കുകയാണ്. നമ്മൾ ഈ ഒരു സന്ദർഭത്തിൽ ഓർക്കാനുള്ളത്, ഇത്തരം പൂമാലകളോ അല്ലെങ്കിൽ ഇത്തരം പുകഴ്ത്തൽ പാട്ടുകളുമായിട്ട് കടന്നു വരുന്ന പലരുടെയും പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന ചതികൾ മുൻകൂട്ടി തിരിച്ചറിയാൻ സാധിച്ചില്ല എങ്കിൽ വൻ അപകടങ്ങൾ പലപ്പോഴും ഉണ്ടാവാനുള്ള സാധ്യത വളരെയധികം വലുതാണ്. ഇതൊക്കെ ഇൻ്റലിജൻസും അതുപോലെ തന്നെ സെക്യൂരിറ്റി വിഭാഗവും വളരെ കാര്യക്ഷമമായിട്ട് തന്നെ പരിപാലിച്ചു കൊണ്ടുപോകുന്നതുകൊണ്ടാണ് ഇത്തരം അപകടങ്ങളൊക്കെ കുറയുന്നത്. പക്ഷേ എങ്കിൽ പോലും കൂടെ ചില കാര്യങ്ങളിനകത്ത് കാണിക്കുന്ന ഒരു ഉദാസീനത അല്ലെങ്കിൽ ഒരു മഹാമനസ്കത ഇത്തരം നുഴഞ്ഞുകയറ്റക്കാർക്ക് എളുപ്പമാകുന്നുണ്ടോ എന്നുകൂടി നമ്മൾ സംശയിച്ചാൽ അങ്ങനെ കരുതുന്നവരൊക്കെ ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല. കാരണം നമ്മുടെ ഈ സംസ്ഥാനത്ത് തന്നെ ഈ കഴിഞ്ഞ ദിവസം നടന്ന ഒരു സത്യപ്രതിജ്ഞാ ചടങ്ങ് നമുക്കറിയാം. ഇപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞു, നമ്മുടെ UDF അധികാരത്തിലേക്ക് വന്നിരിക്കുന്നു. കേരളം കരുതിയതുപോലെ തന്നെ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട നേതാവായ ശ്രീ VD സതീശൻ്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ അധികാരമേറ്റിരിക്കുന്നു. ആ മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്യുന്ന അന്ന് സാധാരണയിൽ കവിഞ്ഞ ജനക്കൂട്ടം തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഓടിയെത്തി. അതിനകത്തൊന്നും തെറ്റില്ല, എപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ് വേണ്ടത്. പക്ഷേ അവിടെ ആ സ്റ്റേജിൽ അന്ന് എത്ര പ്രമാദമായിട്ടുള്ള വ്യക്തികൾ ഉണ്ടായിരുന്നു എന്നുള്ളത് വളരെ ഗൗരവത്തിൽ കാണേണ്ടതാണ്. കാരണം Z കാറ്റഗറിയിൽപ്പെട്ട, പ്രത്യേകിച്ച് ഈ രാജീവ് ഗാന്ധിയുടെ മക്കളായിട്ടുള്ള ഇന്നത്തെ കോൺഗ്രസിൻ്റെ ഏറ്റവും സമുന്നതരായിട്ടുള്ള നേതാക്കളായ ശ്രീ രാഹുൽ ഗാന്ധി, അതുപോലെ പ്രിയങ്ക ഗാന്ധി, കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായ മല്ലികാർജുൻ ഖാർഗെ, അതുപോലെ തന്നെ കർണാടകത്തിൻ്റെ ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ, അതുപോലെ തന്നെ ആന്ധ്ര മുഖ്യമന്ത്രി ശ്രീ രേവന്ത് റെഡ്ഡി, പിന്നെയും ഉണ്ട് കുറേയധികം നേതാക്കളൊക്കെ. അപ്പോൾ ഇത്രയും Z കാറ്റഗറിയിൽപ്പെട്ട നേതാക്കളുള്ളപ്പോൾ പോലും ആ സ്റ്റേജിലേക്ക് വളരെയധികം ആൾക്കാർ, ഇവിടുത്തെ തിരഞ്ഞെടുക്കപ്പെട്ട നിയുക്തരായിട്ടുള്ള MLA-മാർക്ക് പോലും കടന്നു വരാൻ സാധിക്കാത്ത വണ്ണം തിരക്കുള്ള ആ സ്റ്റേജിലേക്ക് പോലും കൂടെ യാതൊരു പ്രാതിനിധ്യവും ഇല്ലാത്ത, മറ്റൊരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ VD സതീശനെതിരെ പോലും കൂടെ ശക്തമായിട്ട് പ്രതികരിച്ച അല്ലെ പ്രവർത്തിച്ചിട്ടുള്ള വ്യക്തികൾ പോലും ആ സ്റ്റേജിലേക്ക് VIP പാസും കൊണ്ട് കടന്നു വന്നു എന്ന് കരുതുമ്പോൾ ഈ രാജീവ് ഗാന്ധിക്ക് അന്ന് ശ്രീപെരുമ്പത്തൂരിൽ വെച്ച് ഉണ്ടായ സംഭവം പോലുള്ള സംഭവങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതകൾ പോലും കൂടെ പൊതുസമൂഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അങ്ങനെ ഉണ്ടായില്ല, അത് വളരെ നല്ല കാര്യം. പക്ഷേ അങ്ങനെ ഉണ്ടാവാൻ, അല്ലെങ്കിൽ അതൊക്കെ ഒരു തരം ടെസ്റ്റ് പരിപാടിയാണോ എന്ന് പോലും കൂടെ സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇവിടെ ഇത് പറയുന്നതിനകത്ത് പലർക്കും ചിലപ്പോൾ ഒരു കുറ്റപ്പെടുത്തലോ അല്ലെങ്കിൽ ഒരു തെറ്റിദ്ധാരണയോ അതും അല്ലെങ്കിൽ ഇത് എന്താണ് ഇങ്ങനെ പറയുന്നതെന്നൊക്കെ ചിലപ്പോൾ തോന്നാം. പക്ഷെ അത് പറയാതിരിക്കാനായിട്ട് പറ്റില്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് എടുത്തു പറയുന്ന ഒരു കാര്യം, അന്ന് ആ സംഭവം എല്ലാവരും കണ്ടതാണ്. കാരണം അവിടെ നിയുക്ത MLA-മാർക്ക് പോലും അവിടെ കടന്നു വരാൻ പറ്റാത്തതുകൊണ്ട് അത്ര തിരക്കായിരുന്നു. പലരെയും സ്റ്റേജിലേക്ക് അവർ പരിസരത്തേക്ക് കയറ്റി വിടുന്നു പോലും ഉണ്ടായിരുന്നില്ല. പക്ഷേ എങ്കിൽ പോലും കൂടെ VIP പാസിൽ യാതൊരു അർഹതയില്ലാത്ത ചില വ്യക്തികൾ കടന്നുകൂടിയതാണ് ഇവിടെ ദുസൂചനയായിട്ട് കാണേണ്ടത്. അതാണ് ഇവിടെ പരാമർശിക്കപ്പെടുന്നത്. കാരണം അത്രയും VIP-കളുള്ള ഒരു സ്റ്റേജാണെന്ന് കണക്കൂട്ടണം. അത്ര സ്റ്റേജിലൊക്കെ ഇത്തരം കാര്യത്തിനകത്തൊക്കെ ഇങ്ങനെ ഒരു ഉദാസീനത പോലെ വന്ന് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് വളരെ ഗൗരവമായിട്ട് കാണേണ്ട കാര്യം തന്നെയാണ്. അത് എടുത്തു പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ്റെ മണ്ഡലത്തിൽ VD സതീശന് എതിരെ മത്സരിച്ച ഒരു സ്ഥാനാർത്ഥിയുണ്ട്, ടൈസൺ മാസ്റ്ററാണ്. വളരെ നല്ലൊരു വ്യക്തിത്വത്തിനുടമയാണ് അദ്ദേഹം. നല്ല ടൈറ്റ് ഫൈറ്റ് പോലെ ഇപ്രാവശ്യം മത്സരത്തിൽ രംഗത്തുണ്ടായിരുന്നു. VD സതീശനെതിരെ മത്സരിച്ച സ്ഥാനാർത്ഥിയാണ്. അദ്ദേഹത്തിൻ്റെ വേണ്ടിയിട്ട് പ്രചരണത്തിൽ അദ്ദേഹത്തിന് വേണ്ടി സിന്താബ വിളിക്കുകയും അദ്ദേഹത്തിൻ്റെ ഇലക്ഷൻ പ്രചരണത്തിൻ്റെ അവസാന ലാപ്പിൽ കുട്ടിക്കലാശത്തിൽ തുള്ളാട്ട ഡാൻസ് കളിക്കുകയും ചെയ്ത
ഒരു സ്ത്രീ, ആ സ്ത്രീ ഈ വി ഡി സതീശന് പാടിപ്പുകഴ്ത്തിക്കൊണ്ട് അവർ പല ബൈറ്റുകളിലും അതിന് മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ട്, വി ഡി സതീശനായിട്ട് എനിക്ക് മുജ്ജന്മ ബന്ധം പോലും ഉണ്ട് എന്നുള്ള രീതിയിലുള്ള ബൈറ്റുകൾ അവർ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം അവർ പലപ്പോഴും വി ഡി സതീശനെ പാടിപ്പോഴ്ത്തിയിട്ടുണ്ട്. ഇലക്ഷൻ കഴിഞ്ഞ് മുഖ്യമന്ത്രിയാകുന്ന സാഹചര്യം വന്നപ്പോഴത്തേക്കും വി ഡി ചേട്ടാ, സതീശ് ചേട്ടാ, അതുപോലെ തന്നെ അതിനേക്കാളെല്ലാം ഉപരിയായിട്ട് അവർ പറഞ്ഞിരിക്കുന്ന ഒരു വാചകം എന്ന് പറയുന്നത് വളരെ ഗൗരവം കൂടിയ ഒരു വാചകമാണ്. അതായത് അനന്തപുരിയിലെ പത്മനാഭൻ്റെ മണ്ണിൽ ഇനി എൻ്റെ ശ്രീ പത്മനാഭനാണ് വാഴുന്നത്, പത്മനാഭനങ്ങ് മാറി നിന്നോ എന്നുള്ള രീതിയിൽ ഒരു ധ്വനി വരത്തൊക്കെ വേണം. അങ്ങനെയൊക്കെ പാടിപ്പൊഴുത്തിക്കൊണ്ട് ഒരു സ്ത്രീ, അവിടെയാണ് നമുക്ക് അത്ഭുതം തോന്നുന്നത്. അതായത് വി ഡി സതീശനെതിരെ മത്സരിച്ച സ്ഥാനാർത്ഥിക്ക് വേണ്ടിയിട്ട് സിന്ദാബാദ് വിളിക്കുകയും അതോടൊപ്പം തന്നെ ഇലക്ഷൻ പ്രചരണത്തിൻ്റെ അവസാന ലാപ്പിൽ പൊട്ടിക്കലാശിൽ തുള്ളാട്ട ഡാൻസ് കളിക്കുകയും ചെയ്ത അതേ സ്ത്രീ ഇതേ രീതിയിലുള്ള പുകഴ്ത്തൽ പാട്ടുമായിട്ട് ഇവിടെ VIP പാസിൽ ആ സ്റ്റേജിൽ കടന്നുകൂടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കവിടെ യാതൊരു റോളും ഇല്ലാത്തതാണ്. അത് വളരെ ഗൗരവമായിട്ട് കാണുന്നതാണ്. ഇപ്പോൾ സോഷ്യൽ മീഡിയ ഏറ്റവും കൂടുതലായിട്ട് എടുത്തിട്ട് അലക്കുന്നുണ്ട്. പറവൂർ സ്വദേശിനിയാണ്, ഒരു യുവ നടിയാണെന്നൊക്കെ പറയുന്നു. അവരങ്ങ് ഒരു സിനിമയിലോ സീരിയലിലോ ഒന്നും അഭിനയിച്ചതായിട്ട് കണ്ടത് പൊതുസമൂഹം കണ്ടിട്ടില്ല. പിന്നെ ഏതെങ്കിലുമൊക്കെ ആരും ശ്രദ്ധിക്കാതെ ഏതെങ്കിലും സിനിമയിലോ സീരിയലോ ഏതെങ്കിലും ചെറിയ റോളിലുണ്ടെങ്കിൽ ചിലപ്പോൾ ഉണ്ടായിരിക്കാം. അവരാണ് ശരിക്കും ഇങ്ങനെ ഒരു സംഭവം നടത്തിയിരിക്കുന്നത്. ഈ ഒരു സാഹചര്യമൊക്കെ വളരെ ഗൗരവമായിട്ട് കാണേണ്ടതാണ്. ഇനിയിപ്പം മുന്നോട്ടാണെങ്കിൽ പോലും കൂടെ ഇപ്പോൾ വി ഡി സതീശൻ എന്ന് പറയുന്നത് ഇത്രയും കാലം ഒരു കോൺഗ്രസിൻ്റെ നേതാവും അതുപോലെ തന്നെ കഴിഞ്ഞ 5 വർഷക്കാലം നമ്മുടെ പ്രതിപക്ഷ നേതാവായിരുന്നു. പക്ഷേ അതിനേക്കാളെല്ലാം ഉപരി ഇപ്പോൾ അദ്ദേഹം നമ്മുടെ ഒരു മുഖ്യമന്ത്രിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിലോ അല്ലെ അദ്ദേഹത്തിനെ ചുവട് പിടിച്ചുകൊണ്ടോ ഇത്തരം പുകഴ്ത്തൽ പാട്ടുകൾ വരുന്നതിനകത്തൊന്നും കുഴപ്പമില്ല. പക്ഷേ ഈ സ്ത്രീ ചെയ്യുന്ന ആ ഒരു കാര്യം എന്ന് പറയുന്നത് അത് ആർക്കും ഒരു അംഗീകരിക്കാവുന്ന പോലെ ഉൾക്കൊള്ളാവുന്ന ഒരു കാര്യമല്ല. കാരണം വി ഡി സതീശനെതിരെ മത്സരിച്ച സ്ഥാനാർത്ഥിക്ക് വേണ്ടിയിട്ട് അത്രയും ആഘോഷവും പ്രവർത്തനങ്ങളും കാഴ്ചവെച്ച് അതേ സ്ത്രീ ഒരേ സമയം തന്നെ വി ഡി സതീശന് വേണ്ടിയിട്ടും കൂടെ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തെല്ലാം വളരെ ഒരു അപാകത കാണേണ്ടതാണ്. കാരണം ആ സ്ത്രീ അന്നേ ദിവസം അവിടെ സ്റ്റേജിൽ കടന്നു വന്നത് തന്നെയാണ്, അതും VIP പാസോട് കൂടി. ആ സ്ത്രീക്ക് ആര് VIP പാസ് കൊടുത്തു, ആ സ്ത്രീ എങ്ങനെ ആ സ്റ്റേജിൽ കടന്നു വന്നു, അവിടെ അവരുടെ എന്തായിരുന്നു റോള്, ഇത്തരം കാര്യങ്ങളൊക്കെ വളരെ ഗൗരവത്തിൽ കാണേണ്ടതുണ്ട്. അത് ഇനിയാണെങ്കിലും ശരി, അത് ഇവിടെ ഉള്ള ഇൻ്റലിജൻസ് ആണെങ്കിലും അത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കും എന്ന് തന്നെയാണ് നമുക്ക് കരുതേണ്ടത്. എന്താണെങ്കിലും കോൺഗ്രസ്സുകാരുടെ ഭാഗത്തു നിന്ന് ശക്തമായ എതിർപ്പുണ്ട്. അതുപോലെ കോൺഗ്രസ്സിന് വോട്ട് ചെയ്തിരിക്കുന്ന UDF വോട്ട് ചെയ്തിരിക്കുന്ന അനുഭാവികളുടെ അടുത്ത് നിന്ന് അതിനേക്കാളും അതിശക്തമായ എതിർപ്പുണ്ട്. ഇതിനകത്തൊക്കെ ഈ ഒരു സ്ത്രീയുടെ ആ ഒരു കടന്നുവരവ് അത് വളരെ വളരെ ഒരു ദുരൂഹതയും അവർക്ക് ഒരു രീതിയിൽ റോളില്ലാത്ത ഒരു സ്ത്രീയാണ്. ഇനിയാണെങ്കിലും മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയാണെങ്കിലും മന്ത്രിസഭാംഗങ്ങളാണെങ്കിലും കോൺഗ്രസിൻ്റെ നേതാക്കളാണെങ്കിലും UDFൻ്റെ നേതാക്കളാണെങ്കിലും വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം ഇത്തരം അവതാരങ്ങൾ നമുക്കറിയാം, എല്ലാ നേതാക്കന്മാരോടും ചേർന്ന് സെൽഫി എടുക്കാനും വേണ്ടിയിട്ട് എല്ലാവരും ആയിരക്കണക്കിന് ആൾക്കാർ ഞാൻ ആഗ്രഹിക്കാറുണ്ട്, തിക്കും തിരക്കും കൂട്ടാറുമുണ്ട്, സെൽഫി എടുക്കാറുമുണ്ട്. അത്തരം സെൽഫി എടുത്തിട്ട് താൻ ഈ ഇത്ര ഉന്നതരായിട്ടുള്ള നേതാക്കളിലെ ഏറ്റവും വേണ്ടപ്പെട്ട ആളാണ് എന്ന് വരുത്തി തീർക്കത്തക്കവണ്ണം സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിച്ച് പല തട്ടിപ്പും വെട്ടിപ്പും പല തന്ത്രങ്ങളും പല ചതികളും ചെയ്യുന്നത് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് ഇങ്ങോട്ട് ഒന്ന് ഓർപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ഏറ്റവും എടുത്ത് പറയാനുള്ളത് എനിക്ക് ബഹുമാനീയനായ മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശൻ്റെ കുടുംബക്കാരോടാണ്. നിങ്ങൾ എങ്കിലും ഈ കാര്യത്തിനകത്ത് വളരെ അഗ്രസീവായിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം ഇവർ ഈ സ്ത്രീ അദ്ദേഹത്തെപ്പറ്റി പറഞ്ഞുകൊണ്ട് കിടക്കുന്നത് ഞാൻ മോളെ പോലെയാണ്, എനിക്ക് എൻ്റെ അച്ഛനെ പോലെയാണ്, അതുപോലെ തന്നെ എനിക്ക് വളരെയധികം സ്വാതന്ത്ര്യം, അതായത് വി ഡി സതീശൻ്റെ സ്വന്തം മകൾക്ക് അവിടെ എത്ര സ്വാതന്ത്ര്യമുണ്ടോ അതിനേക്കാളും ഒരു പടി മുന്നിൽ ആണ് താൻ എന്നുള്ള നിലയിലുള്ളൊരു പ്രചരണത്തിലൂടെയാണ് പൊതുസമൂഹത്തിലൂടെ വിലസുന്നത്. അത് വളരെ ഗൗരവമായിട്ട് ആ കുടുംബക്കാരെങ്കിലും ഒന്ന് കാണണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.